ഓക്കെ. അപ്പം അക്കൗണ്ടിങ് എന്ന് എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ട്. നമ്മൾ ഡെയിലി യൂസബിൾ വേർഡ്സ് ആണ് ഇതെല്ലാം. എല്ലാ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടില്ലെന്നുള്ളായിരിക്കും. പക്ഷെ ഇത് ബേസിക് ആയിട്ട് വരുന്ന നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരു സിസ്റ്റമാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് അക്കൗണ്ടിങ്ങിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബേസിക് ആയിട്ട്, അതായത് നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ക്യാഷ് കൊടുക്കുക, ക്യാഷ് കിട്ടുക, അല്ലെങ്കിൽ എന്താണ് ചെലവഴിക്കുക, എക്സ്പെൻസുകളെയൊക്കെ ചെലവഴിപ്പിക്കുക, അല്ലെങ്കിൽ സമ്പാദിക്കുക, സേവ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക, സെയിൽ ചെയ്യുക, ഇങ്ങനത്തെ കുറച്ച് വേർഡുകൾ മാത്രമാണ് നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ അകത്ത് യൂസ് ചെയ്ത് പറയുന്നത്. അപ്പം ഈ യൂസബിൾ വേർഡ്സിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ, അതായത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് ഉള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. വാട്ട് ഈസ് അക്കൗണ്ടിങ്, വാട്ട് ഈസ് കോസ്റ്റിംഗ്, ഇങ്ങനെ വാട്ട് ഈസ് പർച്ചേസ്, വാട്ട് ഈസ് ഡെബിറ്റ്, ക്രെഡിറ്റ്, ഇങ്ങനെ കുറച്ച് വേർഡുകൾ നമ്മൾ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ലെവലിലുള്ള അക്കൗണ്ടിങ് ആണ്. വലിയ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഇതിൽ പറയുന്നില്ല. കുറച്ച് തിയറി, കുറച്ച് പ്രോബ്ലം ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ചാപ്റ്റർ വൈസ് ആയിട്ടാണ് പോകുന്നത്. അപ്പൊ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വരുന്നത് രണ്ട് വേർഡ്സ് ആണ്. ഒന്ന് റിസീവിങ്ങും മറ്റൊന്ന് ഗിവിങ് എന്ന് പറയും. അത് നിങ്ങൾ യൂസ് ചെയ്യുന്ന വേർഡ്സുകളായിരിക്കും. റിസീവിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, നിങ്ങൾക്ക് കിട്ടുന്നത് എന്നാണ്. ഗിവിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കുന്നത് എന്നുള്ളതാണ്. റിസീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ വേർഡിൽ തന്നെ നമുക്കറിയാം, നമുക്ക് സ്വീകരിക്കുക എന്നുള്ള ഒരു വാക്കാണ്. അത് നമുക്ക് സാലറി ആയിട്ടോ വേജസ് ആയിട്ടോ അങ്ങനെ ഏത് വഴിക്ക് വേണമെങ്കിലും നമുക്ക് റിസീവിങ് ചെയ്യാം, അല്ലെങ്കിൽ വസ്തു വിൽക്കുക, എങ്ങനെയൊക്കെ നമുക്ക് ക്യാഷിനെ സ്വീകരിക്കാം. ഗിവിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കുകയാണ്. ഇപ്പൊ സാലറി കൊടുത്തു, സാലറി പെയ്ഡ്, വേജസ് പെയ്ഡ്, അല്ലെങ്കിൽ റെന്റ് പെയ്ഡ്, ഇങ്ങനെയുള്ള വേർഡുകളൊക്കെ നമുക്ക് റിസീവിങ് ആസ്പെക്ട്സിലൂടെ പരിചയപ്പെടാം. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് വേർഡുകളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റ്, ട്രേഡിംഗ് അക്കൗണ്ട്, P&L അക്കൗണ്ട് എന്നൊക്കെ കേട്ട് കാണും. അങ്ങനത്തെ വേർഡുകളെല്ലാം എഴുതി പോകുന്നത്. അപ്പം അക്കൗണ്ടിങ്ങിന്റെ ഫസ്റ്റ് ബുക്സിലെയാണ് ഞാനിപ്പോൾ പറയുന്നത്. അക്കൗണ്ടിങ്ങിനെ തരംതിരിക്കുമ്പോൾ കുറച്ച് കോൺസെപ്റ്റ്സുകളൊക്കെയാണ് നമ്മളിവിടെ പറയുന്നത്. ഒരു കോൺസെപ്റ്റ്സ് ആയിട്ട് തിരിച്ചിട്ടാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു വേർഡ് എഴുതി വെച്ചേക്കുന്നത്. ഇതിൽ അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്തത്, അക്കൗണ്ടിങ് എന്ന വേർഡിന് മുമ്പേ തന്നെ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്ന ഒരു വേർഡ് അവിടെ ഉണ്ടായിരുന്നു. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തന്നെ അറിയാമല്ലോ എന്താണ്. പണ്ടത്തെ കാലത്തൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഫോർമാറ്റുകളൊന്നും ഇല്ലായിരുന്നു. ആ സമയത്തൊക്കെ യൂസ്ഫുൾ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി നമ്മൾ ഒരു ബുക്കിലോ എവിടെയെങ്കിലും ഒക്കെ എഴുതിയിടും. അപ്പൊ എഴുതിയിടുന്ന ആ പ്രോസസ്സാണ് ഇത്ര രൂപ പലചരക്കിനായി, ഇത്ര രൂപ ജോലിക്കാർക്ക് കൊടുത്തു, അല്ലെങ്കിൽ ഇത്ര രൂപ വണ്ടിക്കൂലിക്ക് ചെലവായി, ഇങ്ങനെ കാര്യങ്ങളൊക്കെ അന്ന് പഴയ ഒരു കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ അവിടെ അക്കൗണ്ടിങ് അല്ല, അവിടെ നടന്നിരുന്ന ബുക്ക് കീപ്പിംഗ് ആണ്. ബുക്കിൽ എഴുതി സൂക്ഷിക്കുമായിരുന്നു. അപ്പൊ എത്ര ചെലവ്, എത്ര വരവ്, അപ്പൊ അതിനെ ഒരു മോഡിഫിക്കേഷൻ ഫോമിലേക്ക് മാറ്റിയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കോൺസെപ്റ്റ്സുകളൊക്കെ നമുക്ക് ഒന്ന് നോക്കാം. അക്കൗണ്ടിങ്ങിന്റെ കുറച്ച് കൺസെപ്റ്റ്സിനെ ആയിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഒരു വലിയൊരു ബിസിനസ് ആക്കി മാറ്റി ഒരു ഏരിയ കഴിഞ്ഞപ്പോഴത്തേക്കും. ലൂക്ക പാസിയോളിയാണ് ഇതിന്റെ പിതാവെന്ന് പറയുന്നത്. ബുക്ക് കീപ്പിങ്ങിന്റെ ഒക്കെ 1524 ഇത് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ലൂക്ക പാസിയോളിയെ ഇതിന്റെ എല്ലാം പിതാവെന്ന് വിളിക്കാം. പിന്നെ ഇത് മുമ്പോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ബിസിനസ് കോൺസെപ്റ്റ്സ് ആയി മാറി. ഒരു ബിസിനസ് ഒക്കെ നടത്തുമ്പോൾ
ഇപ്പൊ ഇത് ഏറ്റവും വിപുലമായിട്ടുള്ള ഒരു ഫോമിലേക്ക് മാറാൻ കാരണം ഇപ്പൊ എന്തിന് ടാക്സ് ഉണ്ട്, GST ഉണ്ട്, ഇതെല്ലാം ഈ അക്കൗണ്ടിങ്ങിന്റെ ഭാഗമായിട്ടുള്ള പ്രോസസ്സുകളായി മാറി. ഇത്രയധികം വലിയ പ്രോസസ്സുകൾ നടത്തണമെങ്കിൽ അത് അത്യാവശ്യം നമുക്ക് ഇതിന്റെ ടെക്നിക്കും കൂടെ അറിഞ്ഞിരിക്കണം. അപ്പം ഈ ടെക്നിക്ക് അറിഞ്ഞിരിക്കണമെങ്കിൽ മിനിമം നമ്മൾ ഡെയിലി യൂസബിൾ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിലേക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരുമ്പോൾ നമുക്കൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയൊക്കെ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികം പഠിക്കാനില്ല, ബേസിക് കോൺസെപ്റ്റ്സുകളൊക്കെയാണ് പഠിക്കാനുള്ളത്. പക്ഷെ ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ വൈഡാണ്. ഇതിനെ 7, 8, 9 ബ്രാഞ്ചുകളായിട്ട് ഇത് മാറി. അപ്പൊ അതിൻ്റെ അകത്ത് കോസ്റ്റ് അക്കൗണ്ടിങ് വരും, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ പോർഷൻ വരും, മാനേജീരിയൽ അക്കൗണ്ടിങ് വന്നു, പിന്നെ അതിനുശേഷം ബഡ്ജറ്ററി കൺട്രോള് കയറി വന്നു. ഇങ്ങനെ ഒരുപാട് പോർഷനായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്ത് മാറ്റി. അപ്പൊ ഇതിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ആയിട്ട് കുറച്ച് കോൺസെപ്റ്റ്സുകൾ പറയുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്സ് ആണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്സ്. അപ്പം ബിസിനസ് എൻറ്റിറ്റി എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ പറഞ്ഞ പോലെ ബുക്ക് കീപ്പിംഗ് അങ്ങ് വളർന്ന് അക്കൗണ്ടിങ്ങിലേക്ക് കയറിയപ്പോൾ നമ്മൾ വലിയ രീതിയിലുള്ള ബിസിനസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ആ സമയം കാലഘട്ടം മാറി ഒരു 1990s 90യിലേക്ക് കടന്നപ്പോൾ മുതൽ ബിസിനസ്സുകൾ കൂടുതൽ ശക്തമാകാൻ തുടങ്ങി. ആ സമയമായപ്പോഴത്തേക്കും ഇതിനെല്ലാം കൃത്യമായ നിയമനിർമ്മാണങ്ങളെല്ലാം കൊണ്ടുവന്നു. നിയമനിർമ്മാണ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് നമുക്ക് ഇതെല്ലാം റെക്കോർഡിക്കലായിട്ട് സൂക്ഷിക്കേണ്ടതായിട്ട് വന്നു. അപ്പൊ കുറച്ച് ബുക്കിൽ എഴുതി വെച്ച് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ മനക്കണക്കിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊന്നും വാലിഡ് അല്ലാതായി മാറി. അപ്പൊ ഇതിനെ ഒരു നിയമത്തിന്റെ മുമ്പിലേക്കും പരിരക്ഷയൊക്കെ കിട്ടണമെങ്കിൽ ഇതിനെല്ലാം വാലിഡ് ഡോക്യുമെന്റുകൾ ആവശ്യമായി വന്നപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറയുന്ന വിപുലമായ ഒരു ശാഖ ഉണ്ടായി. അപ്പൊ ആ അക്കൗണ്ടിങ് പ്രോസസ്സ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് നമുക്ക് കുറെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തു. സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രോസസ്സിലേക്ക് മാറി. അപ്പൊ അതൊരു ഫിനാൻസിന്റെ ഒക്കെ ഒരു വലിയൊരു ബ്രാഞ്ചായി അക്കൗണ്ടിങ് വളർന്നു വന്നു. അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മളൊരു ബിസിനസ്സിലേക്കൊക്കെ കടന്നു കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വരും, ഒരുപാട് കാര്യങ്ങൾ. അവിടെ ഒരുപാട് വാണിജ്യ അടിസ്ഥാനത്തിലും വ്യാവസായികം ആയിട്ടും നമ്മൾ എന്തിനാണ് ഒരു ബിസിനസ് തുടങ്ങുന്നത്, പരമാവധി പണം ഉണ്ടാക്കാൻ. അപ്പൊ ലാഭം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആളുകൾ ഇറങ്ങി എളുപ്പം അതിനെ വലിയൊരു പ്രോസസ്സിലേക്ക് കൊണ്ടുപോകാനാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു വലിയൊരു ബ്രാഞ്ച് വന്നത്. അപ്പൊ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇവിടെ പറയുന്ന ഓരോ വേർഡുകൾക്കും ബിസിനസ്സിനെ തന്നെ വേണം മനസ്സിൽ വിചാരിക്കാൻ. നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങളോ ഒന്നുമല്ല അക്കൗണ്ടിങ്ങിൻ്റെ അകത്ത് എഴുതുന്ന ഒരു വൻകിട അല്ലെങ്കിൽ ഒരു നമ്മളൊരു സ്മോൾ സ്കെയിലോ അല്ലെങ്കിൽ ഒരു വലിയ ലാർജ് സ്കെയിലോ ഏതെങ്കിലും രീതിയിലുള്ള ബിസിനസ് ഓപ്പറേഷൻസ് ഒക്കെ നടത്തുമ്പോൾ അവിടെ ഏതെല്ലാം രീതിയിലാണ് കണക്കുകൾ സൂക്ഷിക്കേണ്ടത്, ഏതെല്ലാം രീതിയിലാണ് ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം നടത്തേണ്ടത് എന്ന ഏരിയയാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒന്ന് രണ്ട് കോൺസെപ്റ്റ്സുകളാണ് ഞാനിപ്പോ പറയുന്നത്.
അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കോൺസെപ്റ്റ്സുകൾ, കുറച്ച് തിയറി നോക്കിയതിന് ശേഷം നമുക്ക് ഓരോ തരത്തിലുള്ള പ്രോബ്ലംസും കൂടെ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് കോൺസെപ്റ്റ്സ് പറയുന്നത്, ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നു. ഇത് എന്തിനു വേണ്ടിയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്? ബിസിനസ്സിന് അതിൻ്റെതായ ഒരു നിലനിൽപ്പുണ്ട്. അപ്പൊ ബിസിനസ്സിന് അതിൻ്റെതായ ഒരു നിലനിൽപ്പുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ബിസിനസ് ഒരു പക്ക പ്രോഫിറ്റ് മേക്കിങ്ങിന് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ പ്രോഫിറ്റ് മേക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ബിസിനസ് തുടങ്ങുന്നത് നാളെ കുറച്ച് ലാഭമൊക്കെ ഉണ്ടാക്കിയിട്ട് അതങ്ങ് വിറ്റ് കളയാ അല്ലെങ്കിൽ നടത്തണ്ട എന്ന് കരുതിയിട്ടല്ല. ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ നടത്തുന്നത് എന്നും അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ആ കോൺസെപ്റ്റ്സ് വന്നിരിക്കുന്നത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്സ് എന്നാണ്. ബിസിനസ് എൻറ്റിറ്റി നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ എല്ലാവരും ഒന്ന് നോക്കുക. ബിസിനസ് എൻറ്റിറ്റി എന്നാന്ന് പറയുമ്പോൾ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്സ് ഇവിടെ നടക്കുന്നത്, ഈ കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഫെയിം ഓഫ് ആൻ എന്റർപ്രൈസസ്, ദ ഫെയിം ഈസ് ദ ഓണർ. അവിടെ ബിസിനസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയായിട്ടാണ് എടുക്കുന്നത്. ബിസിനസ്സിനെ ഒരു ഓണർ ആയിട്ടാണ് കാണുന്നത്. അതാണ് ബിസിനസ് എൻറ്റിറ്റി. ബിസിനസ് വേറെ, അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആള് വേറെ. ബിസിനസ്സിന് ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറഞ്ഞ റിലയൻസ്, നിപ്പോ, നിസാൻ എന്നൊക്കെ നമ്മളിപ്പോ പറയും. അപ്പൊ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം നമ്മൾ ആ വ്യക്തിയെ അല്ല അവിടെ ഓർക്കുന്നത്, ആ കമ്പനിയുടെ നെയിമിലാണ് അത് അറിയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന കോൺസെപ്റ്റ്സ് ആണ് ബിസിനസ് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ബിസിനസ്സും അതിന്റെ ഓണറും തമ്മിൽ സെപ്പറേറ്റ് എൻറ്റിറ്റി ആണുള്ളത് എന്ന് പറയുന്നതിനെയാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്സ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് കോൺസെപ്റ്റ്സ് ആണ് ഡ്യുവൽ ആസ്പെക്ട്സ് കോൺസെപ്റ്റ്സ്. ഡ്യുവൽ ആസ്പെക്ട്സ്, ഡ്യുവൽ എന്ന് പറഞ്ഞാൽ ആ പേര് തന്നെയുണ്ട്. എന്താണ് ഡ്യുവൽ എന്ന് പറഞ്ഞാൽ? രണ്ട്. അപ്പോൾ രണ്ട് എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ്സിന്റെ അകത്ത് പറയുന്നത് ബിസിനസ്സും വ്യക്തികളും രണ്ടാണെന്ന് ഇപ്പൊ പറഞ്ഞു. ഇതുപോലെ തന്നെ രണ്ട് ആസ്പെക്ട്സുകളാണ് വരുന്നത്. ഒന്ന് റിസീവിങ് ആസ്പെക്ട്സും രണ്ടാമത്തെ ഗിവിങ് ആസ്പെക്ട്സും. റിസീവിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കിട്ടുന്നത് എന്നാണ് റിസീവിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്ക് കിട്ടുന്നത്. ഗിവിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കുന്നത്, നമ്മൾ കൊടുക്കുന്നത്. ഇങ്ങനെ രണ്ട് ആസ്പെക്ട്സുകളായിട്ടാണ് അവിടെ ഇതിനെ കാണിക്കുന്നത്, റിസീവിംഗ് ആൻഡ് ഗിവിംഗ്. അപ്പം ആ ആസ്പെക്ട്സ് നമ്മൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണെങ്കിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുന്നതേ ഉള്ളൂ. നമ്മൾ ഇതിന്റെ എല്ലാം പ്രോബ്ലം നോക്കുന്നുണ്ട്. പിന്നെ വരുന്നതാണ് മണി മെഷർമെന്റ് കോൺസെപ്റ്റ്സ്. മണി മെഷർമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ്സ് ആണ്. മണി എന്ന് പറഞ്ഞാൽ, മണി മെഷർമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബിസിനസിന്റെ എല്ലാ ഏരിയകളും കവർ ചെയ്യുന്നത്
പണത്തിനെ അനുമാനം ആക്കിയിട്ടാണ്. അപ്പൊ പണത്തിനെ മാനദണ്ഡമാക്കിയിട്ടാണ് ബിസിനസിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത്. പണമാണ് ബിസിനസിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അക്കൗണ്ടിങ്ങിന്റെ പ്രധാനപ്പെട്ട ഒരു ഏരിയ മണിയാണ്. മണി മെഷർമെന്റ് കോൺസെപ്റ്റ്സ് എന്ന് പറയും. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് ക്രോഡീകരിച്ചുകൊണ്ട് നമ്മൾ ഒന്ന് രണ്ട് വേർഡുകൾ ഒന്ന് പരിചയപ്പെടാം. ആ വേർഡിന്റെ അകത്ത് പറയുന്നതാണ് ക്യാപിറ്റൽ. നിങ്ങൾക്ക് എന്റെ സ്ക്രീൻ അത്ര ഇതല്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയുക എന്തെങ്കിലും എഴുതുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ, കേൾക്കാവോ? കാണാൻ പറ്റുന്നുണ്ട്. ഉണ്ട്, ഓക്കെ. അപ്പം ഒന്ന് രണ്ട് വേർഡുകൾ ഞാനിവിടെ പറയാം. ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു വേർഡാണ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മുതൽ മുടക്ക് അല്ലെങ്കിൽ മൂലധനം എന്നൊക്കെ പറയും. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേർഡാണ് ക്യാപിറ്റൽ. അപ്പൊ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് മുതൽ മുടക്കുന്നതിന്. ബിസിനസ്സിലേക്ക് ബിസിനസ്മാൻ മുതൽ മുടക്കുന്നതിന് ക്യാപിറ്റൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പിന്നെ വരുന്ന നെക്സ്റ്റ് വേർഡാണ് പർച്ചേസ് എന്ന് പറയുന്നത്. പർച്ചേസ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താ? ആ പേര് തന്നെ നിങ്ങൾക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു വേർഡാണ്, നമ്മൾ എല്ലാവരും പറയുന്ന വേർഡാണ്. പർച്ചേസ് എന്ന് പറഞ്ഞാൽ വാങ്ങിക്കുക എന്നുള്ളതാണ്. വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സാധനം നമുക്ക് ബിസിനസ്സിലേക്ക് വന്നു എന്നാണ്. ഒരു വ്യക്തിയെ അല്ല അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ബിസിനസ്സുമായിട്ട് മാത്രം റിലേറ്റ് ചെയ്ത് വേണം ചിന്തിക്കാൻ. ബിസിനസ്സിലേക്ക് വന്നു എന്നാണ് പർച്ചേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു വേർഡാണ് സെയിൽസ്. സെയിൽസ് എന്ന് പറഞ്ഞാൽ ആ വേർഡിൽ തന്നെയുണ്ട്, എന്താണ്? വിൽക്കുക എന്നുള്ളതാണ്. ബിസിനസ് എന്തിനാണ്? വാങ്ങലും വിൽപ്പനയും നടത്താനല്ലേ ബിസിനസ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ബിസിനസ്സിലേക്ക് വിൽപ്പന നടന്നു എന്നുള്ളതാണ് സെയിൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു വേർഡുകളിലൂടെയാണ് നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ ഓരോരോ പ്രോബ്ലംസ് പഠിച്ചെടുക്കുന്നത്. ഇപ്പൊ അതിൻ്റെ അകത്ത് പറയുന്ന മറ്റൊരു വേർഡാണ് ഫർണിച്ചർ, ഫിക്സഡ് അസറ്റ്സ് എന്നൊക്കെ പറയും. ഫിക്സഡ് അസറ്റ്സ്, ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യം, ഫിക്സഡ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥിരമായിട്ടുള്ളത് അല്ലെ, ഫിക്സ് ചെയ്തു. അപ്പൊ നമ്മൾ എന്താണ്, ഇപ്പൊ ഫർണിച്ചർ വാങ്ങിച്ചു, ലാൻഡ് വാങ്ങിച്ചു അല്ലെ, ബിൽഡിങ് വാങ്ങിച്ചു, അല്ലെങ്കിൽ ഇതെല്ലാം എന്താ? ഫിക്സഡ്. അത് അവിടെ നമുക്ക് പൊളിച്ചെടുത്തോണ്ടൊന്നും പോകാൻ പറ്റത്തില്ല. ലാൻഡ് ഒരു ഫിക്സഡ് അസറ്റ് ആണ്, നമുക്ക് അതിനെ അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ പറ്റില്ല, അത് അവിടെ ഫിക്സഡ് ആയിട്ടുള്ളതാണ്. പിന്നെ ബിൽഡിങ് ഫിക്സഡ് ആണ്. ഫർണിച്ചർ വാങ്ങിക്കുന്ന എന്തിനാണ്? ദീർഘകാലത്തേക്കാണ്, എടുത്ത് മാറ്റിക്കളയാനല്ല. അപ്പൊ ഇങ്ങനെ വരുന്ന അസറ്റാണ്, അസറ്റ് എന്ന് അറിയാലോ, ആസ്തികൾ എന്ന് പറയും. ഇങ്ങനെ വരുന്ന അസറ്റിനെ ഫിക്സഡ് അസറ്റ് എന്ന് വിളിക്കും. പിന്നെ വരുന്ന ഒരു വേർഡാണ് കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, എന്നോടൊന്ന് പറയണം. കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വേർഡിൽ തന്നെയുണ്ട്, എന്താണ്? കറണ്ട് എന്ന് മീൻസ് ഇപ്പൊ നിലവിലുള്ളത്, നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ളത്. അതായത് കറണ്ട് അസറ്റ്സിന്റെ ഏരിയാസ് പറഞ്ഞുതരാം. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഇങ്ങനെ പറയുന്നതെല്ലാം കറണ്ട് അസറ്റ്സ് ആയിട്ട് പറയും. ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞാൽ അതൊരു കറണ്ട് അസറ്റ് ആണ്. ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറഞ്ഞ ഒരു കറണ്ട് അസറ്റ്സ് ആണ്. അറ്റ് ബാങ്ക് ഒരു കറണ്ട് അസറ്റ്സ് എന്ന് ഓർത്തിരിക്കുക, കറണ്ട് അസറ്റ്സ് ആണ്.
സ്റ്റോക്ക് എന്ന് ഓർത്തിരിക്കും. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഒരു സാധന സേവനങ്ങളൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കുന്നതിനാണ്. ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ അവിടെ സ്റ്റോക്ക് ഉണ്ടോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും ചോദിക്കുന്ന കാര്യം. അപ്പൊ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചിരിക്കുന്ന പ്രീപെയ്ഡ് ആയിട്ട് വെച്ചിരിക്കുന്ന, കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു കറണ്ട് അസറ്റ്സ് ആയിട്ട് നമ്മൾ പറയുന്നതാണ്. അപ്പൊ സ്റ്റോക്ക് ഇങ്ങനത്തെ കുറച്ച് വേർഡുകൾ ഒന്ന് മനസ്സിൽ വെച്ചേക്ക്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് ഇതെല്ലാം ആവശ്യമുള്ളതാണ്. പിന്നെ നമുക്ക് നിങ്ങൾ കേട്ടിട്ടുള്ള കുറച്ച് വേർഡുകളും കൂടെ ഞാൻ ഒന്ന് ആവർത്തിക്കാം. നമ്മൾ ഇനി പഠിക്കാൻ പോകുമ്പോഴത്തേക്കും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ് പഠിക്കാൻ പോകുന്നത്. അതിന്റെ ബേസിക് ആയിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ പ്രോബ്ലംസിൽ വരുന്ന 1-2 വാക്കുകളാണ് ജേണൽ എന്ന് പറയുന്നത്. ജേണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രൈമറി അക്കൗണ്ട് ആണ് ജേണൽ എന്ന് പറയുന്നത്. പ്രൈമറി അക്കൗണ്ട്സിനെയാണ് ജേണൽ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ പ്രൈമറി എൻട്രി എന്നൊക്കെ പറയും. നമ്മൾ ഇപ്പം നമുക്കൊരു കാര്യം ബിസിനസ്സിൽ നടന്നു, പർച്ചേസ് നടന്നു, സെയിൽ നടന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പൊ ഇതെല്ലാം നമ്മൾ ആദ്യമായിട്ട് എഴുതി വെക്കുന്ന ഒരു ബുക്കുണ്ട്. അത് ജേണലിലേക്കാണ് എഴുതി വെക്കുന്നത്. അതാണ് ജേണൽ എന്ന് പറയുന്നത്. പിന്നെയുള്ള ഒരു ബുക്സ് ആണ് ലെഡ്ജർ എന്ന് പറയുന്നത്. ലെഡ്ജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സെക്കൻഡറി ബുക്സ് ഓഫ് എൻട്രി. സെക്കൻഡറി എന്ന് പറഞ്ഞ സെക്കൻഡറി ബുക്സ് എന്ന് പറഞ്ഞാൽ ജേണലിൽ എഴുതിയത് ഒരു കൂട്ടത്തോടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. പർച്ചേസ് നടന്നു, സെയിൽ നടന്നു, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് എഴുതി വെക്കും. പക്ഷെ ലെഡ്ജറിലേക്ക് എഴുതുമ്പോൾ പർച്ചേസ് നടന്നത് പർച്ചേസ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് മാത്രം എടുത്ത് എഴുതി വെക്കും. അല്ലെങ്കിൽ നമ്മൾ ഒരു വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട് റാം എന്ന് പറയുന്ന, ശ്യാം എന്ന് പറയുന്ന, ഇങ്ങനെ ഓരോ വ്യക്തികൾക്കും നമ്മളവിടെ പ്രത്യേകം അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സബ് യൂണിറ്റ്സ് ഓഫ് ഓൾ ജേണൽസ്. ജേണൽസിന്റെ എല്ലാം കൂടെ ഒരു കൂട്ടായ്മ ഓരോ സെപ്പറേറ്റ് ആയിട്ട് എഴുതി കൊണ്ടുപോകുന്നതിനെയാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സെക്കൻഡറി എൻട്രി. ലെഡ്ജറിന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഇത് വരുന്നതാണ് ലെഡ്ജർ. നമ്മളിപ്പം ഞാൻ പറഞ്ഞു. ഇനിയുള്ളത് ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു വേർഡ്. ജേണലും ലെഡ്ജറും കഴിഞ്ഞു കഴിഞ്ഞ് പിന്നെ വരുന്നത് നമ്മൾ ട്രയൽ ബാലൻസ് വരയ്ക്കും. അതിനുശേഷം ട്രയൽ ബാലൻസ്. ലെഡ്ജറിന്റെ മുഴുവനായിട്ട് വരുന്ന ഒരു കൂട്ടായ്മയാണ് ട്രയൽ ബാലൻസ്. ടോട്ടൽ ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സിന്റെ മുഴുവൻ വരുന്ന ഒരു കൂട്ടായ്മയാണ് ട്രയൽ ബാലൻസിലേക്ക് എഴുതിക്കൊണ്ട് കാണിക്കുന്നത്. അപ്പൊ ട്രയൽ ബാലൻസ് വരയ്ക്കും. പിന്നെ വരയ്ക്കുന്ന ഒരു അക്കൗണ്ട്സ് ആണ് ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടന്റ് അക്കൗണ്ട് ആണ് ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജേണൽ വരച്ചു, ലെഡ്ജർ വരച്ചു, ഇതിന്റെ എല്ലാം ബാലൻസ് ആയിട്ട് അടുത്തത് ട്രയൽ ബാലൻസും വരച്ചതിന് ശേഷം ചെയ്യേണ്ടതാണ് ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുക എന്നുള്ളത്. ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ ഓരോന്ന് നമ്മൾ പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ട. നമ്മൾ ഇതെല്ലാം ഓരോന്നും വരയ്ക്കുന്നുണ്ട്, പ്രോബ്ലംസ് ചെയ്ത് പോകുന്നുണ്ട്. ജസ്റ്റ് ഇൻട്രൊഡക്ഷന് വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് മനസ്സിൽ ഓർത്തിരിക്കുക. ഇപ്പൊ ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ ചെയ്യുന്നത് ഓൾ ഡയറക്റ്റ് എക്സ്പെൻസുകൾ മാത്രമാണ് കൊടുക്കുന്നത്. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ നേരിട്ട് വാങ്ങിക്കുന്ന ചെലവുകൾ. ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ എല്ലാം എഴുതാൻ അപ്പൊ നമ്മൾ വേറൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. അതാണ് P&L അക്കൗണ്ട്.
പി ആൻഡ് എൽ അക്കൗണ്ട് എന്ന് ഞാൻ ഷോർട്ട് കട്ടിൽ എഴുതിയതാണ്. പി മീൻസ് പ്രോഫിറ്റ്, ബാർ എൽ മീൻസ് ലോസ്, പ്രോഫിറ്റ് ഓർ ലോസ്. എ ബാർ സി ഇട്ടേക്കുന്ന അക്കൗണ്ടിന്റെ ഷോർട്ട് കട്ടാണ്. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് എഴുതേണ്ടത്. പി ആൻഡ് എൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് എഴുതേണ്ടത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എഴുതി കഴിഞ്ഞ് നമുക്ക് പിന്നെ ചെയ്യേണ്ടത് ബാലൻസ് ഷീറ്റ് റെഡിയാക്കുവാണ്. ബാലൻസ് ഷീറ്റ് റെഡിയാക്കുവാണ് ചെയ്യേണ്ടത്. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ഫോം ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. അസറ്റും ലയബിലിറ്റീസും കൂടെ കൂടിച്ചേരുന്ന, അസറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ആസ്തികളാണ്. ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സകല ആസ്തികളും അസറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാധ്യതകളാണ്. ബാധ്യതകൾ എന്ന് പറഞ്ഞാൽ അറിയാം, ബിസിനസ്സിന് എന്താണേലും ബാധ്യതകൾ ഉണ്ടാകും. ഒരു കടമൊക്കെ വാങ്ങിക്കുകയും ക്രെഡിറ്റേഴ്സും അങ്ങനെ കുറെ ലോണും ഒക്കെ കാണും. അപ്പം ബാധ്യതകളാണ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞ് എഴുതുന്നത്. അപ്പൊ അസറ്റും ലയബിലിറ്റീസ് ഈക്വൽ ആയിട്ട് വന്നാൽ മാത്രമേ ബാലൻസ് ഷീറ്റ് നമ്മൾ ചെയ്ത പ്രോബ്ലംസും ശരിയാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇത്രയും വേർഡുകള് ഒന്ന് ഓർത്തിരിക്കുക. ഇത് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. ഇനി ജേണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ഇപ്പൊ പറഞ്ഞു. ജേണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒന്ന് രണ്ട് കൺസെപ്റ്റ്സുകൾ വരുന്നുണ്ട്. അത് ആണ് ഇപ്പൊ പറഞ്ഞു പോകുന്നത്. കോൺസെപ്റ്റ്സിന്റെ അകത്ത് പറഞ്ഞ കുറച്ച് വേർഡുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ജേണൽ എന്താണെന്ന് പറഞ്ഞു. ജേണൽ എന്ന് പറഞ്ഞ ഇറ്റ് ഈസ് എ പ്രൈമറി ബുക്സ് ഓഫ് എൻട്രി. അപ്പൊ പ്രൈമറി ബുക്സിനെയാണ് ജേണൽ എന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ജേണല് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ നമുക്ക് അതിന്റെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് എഴുതി വെച്ചിട്ട് അതൊന്ന് റെഡിയാക്കാം. അപ്പൊ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ആദ്യമേ ഞാൻ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് പറയാം. ജസ്റ്റ് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ജേണൽ മാത്രം റെഡിയാക്കാൻ നമുക്കൊന്ന് പഠിക്കാം. അതിനുശേഷം ബാക്കിയുള്ളതിലേക്കൊക്കെ പിന്നീട് പറയാം. അപ്പൊ ജേണലിന് ഒരു ഫോർമാറ്റ് ഉണ്ട്. എല്ലാവരുടെയും ബുക്ക് ഉള്ള എല്ലാവരും ഒരു ബുക്ക് റെഡിയാക്കണം. കാൽക്കുലേറ്റർ അത്യാവശ്യമാണ് നമുക്ക്. ബുക്ക്, സ്കെയില്, പെൻസിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തു വെച്ചോളൂ. അപ്പൊ എല്ലാവരും ഒരു ബുക്ക് എടുത്ത് റെഡി ആയിട്ടിരിക്കുക. ഞാൻ ജേണലിന്റെ ഒരു ക്വസ്റ്റ്യൻ പറയുവാണ്. നിങ്ങൾ റെഡിയാണോ എഴുതാൻ ക്വസ്റ്റ്യൻ? കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കാം. ആദ്യമേ ജേണലിന്റെ ഫോർമാറ്റ് ആണ് പറയുന്നത്. ജേണലിന്റെ ഫോർമാറ്റ് എഴുതിയെടുത്തോളൂ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് കിടപ്പുണ്ട്. എങ്കിൽ കൂടിയും നോട്ട്ബുക്കിൽ ഒരു റെഫറൻസിനായിട്ട് നമുക്കിത് ആവശ്യമാണ്. ഫോർമാറ്റ്, ഫസ്റ്റ് കോളം ഡേറ്റ്, ചെറിയൊരു കോളം മതി. ഡേറ്റ് എന്ന് എഴുതുക. ഫസ്റ്റ് കോളത്തിൽ ചെറിയൊരു കോളം മതി, ഡേറ്റ്.
പിന്നെ വേണ്ടത് പർട്ടിക്കുലേഴ്സ്. സെക്കൻഡ് കോളം ഡേറ്റ് എന്നുള്ളത് ചെറിയൊരു കോളം മതി. പർട്ടിക്കുലേഴ്സിന് കുറച്ച് സ്പേസ് കൊടുക്കാം. പിന്നെയുള്ള ഫോർമാറ്റ് ഇത്രയും കിട്ടിയോ നിങ്ങൾക്ക്? നേരെ സ്ട്രൈറ്റ് ആയിട്ടാണ് എഴുതേണ്ടത്. ഇതിൽ എനിക്ക് അധികം സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതി പോകുന്നത്. ഡേറ്റ് പർട്ടിക്കുലർ എന്ന് എഴുതുക. ഡേറ്റും പർട്ടിക്കുലർ എഴുതിയിട്ട് വളരെ ചെറിയ സ്പേസിൽ ഒരു LF എന്ന് കൊടുക്കുക. LF എന്ന് പറഞ്ഞാൽ എന്താ? ലെഡ്ജർ പോളിയോ എന്നാണ് മീനിങ്. LF എന്ന് പറഞ്ഞാൽ ലെഡ്ജർ പോളിയോ. ലെഡ്ജർ പോളിയോ കഴിഞ്ഞിട്ട് അടുത്ത കോളത്തിൽ ഡെപ്റ്റർ എന്നും ക്രെഡിറ്റർ എന്നും കൊടുക്കുക. ഷോർട്ട് കട്ടാണ് എഴുതേണ്ടത്. DR എന്നും CR എന്നും കൊടുത്താൽ മതി. ഇത് എമൗണ്ട് കോളമാണ്. എമൗണ്ട് കോളമാണ്. LF ആദ്യമേ ഡേറ്റ് വരയ്ക്കുക. ചെറിയൊരു കോളം വലിച്ച് നീട്ടിയൊന്നും വരയ്ക്കണ്ട. ഞാനിപ്പോ ഫോർമാറ്റ് ആണ് ഈ പറയുന്നത്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF, ഡെബിറ്റ്, ക്രെഡിറ്റ്, ഡെപ്റ്റർ, ക്രെഡിറ്റർ. ഇതാണ് ഫോർമാറ്റ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ എഴുതാം. ഫോർമാറ്റ് എല്ലാവർക്കും കിട്ടിയല്ലോ അല്ലെ? ക്വസ്റ്റ്യൻ ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. ജനുവരി 1 എഴുതിയെടുക്കുക. ജനുവരി 1 കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ്. കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് 1 lakh. 1 lakh 1,00,000 എന്ന് എഴുതുക. അതിന്റെ നേരെ നെക്സ്റ്റ് ജനുവരി 2 പർച്ചേസ്ഡ് ഫർണിച്ചർ. പർച്ചേസ്ഡ് ഫർണിച്ചർ 2,000. 2,000 രൂപയുടെ ഫർണിച്ചർ വാങ്ങിച്ചു. ജനുവരി 3 പെയ്ഡ് റെന്റ്. പെയ്ഡ് റെന്റ് 3,000. പെയ്ഡ് റെന്റ് 3,000. നെക്സ്റ്റ് ജനുവരി 4 ക്യാഷ് സെയിൽസ്.
ക്യാഷ് സെയിൽസ് 5,000. ക്യാഷ് സെയിൽസ് 5,000. അപ്പൊ നിങ്ങൾ ട്രാൻസാക്ഷൻ ഓർത്തിരിക്കുക. അപ്പൊ ഞാൻ ഇതിന്റെ ഫോർമാറ്റ് നമ്മൾ വീണ്ടും ഒന്നും കൂടെ, നിങ്ങളിപ്പം വരച്ചത് തന്നെ മതി, പത്തേലേക്ക് തന്നെ എഴുതുക. ഡേറ്റ് കോളത്തിന്റെ നേരെ ഇപ്പൊ ജനുവരി 1 എന്ന് എഴുതുക. ഡേറ്റ് കോളത്തിന്റെ നേരെ ജനുവരി 1 എന്ന് എഴുതുക. ഇനി നെക്സ്റ്റ് കോളം പർട്ടിക്കുലർ കോളം ആണ് അല്ലെ. പർട്ടിക്കുലർ കോളത്തിന്റെ അവിടെ നമുക്ക് എൻട്രി എഴുതാനുള്ളതാണ്. അവിടെ താഴോട്ട് ഡേറ്റ് കോളം കഴിഞ്ഞിട്ട് പർട്ടിക്കുലർ കോളത്തിന്റെ താഴോട്ട് എഴുതുക. കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്നാണ് പറയുന്നത്. നമ്മൾ ബിസിനസ് കമൻസ് ചെയ്തു, ബിസിനസ് കമൻസ് ചെയ്തു അല്ലെ ബിസിനസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവിടെ ഒരു വേർഡാണ് പറയുന്നത്, ക്യാപിറ്റൽ എന്നാണ് അതിനെ പറയുന്നത്. ക്യാപിറ്റൽ കൊണ്ടുവന്നു, ഇൻട്രൊഡ്യൂസ് ബിസിനസ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ക്യാപിറ്റൽ കൊണ്ടുവന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്താ അവിടെ എഴുതേണ്ടത്? ക്യാഷ് മുടക്കി എന്തിനു വേണ്ടി? ക്യാപിറ്റലിന് വേണ്ടി. ക്യാഷ് കൊണ്ടുവന്നു, ക്യാപിറ്റലിന്റെ രൂപത്തിലേക്ക് ക്യാഷ് കൊണ്ടുവന്നു എന്നാണ് എൻട്രി വേണ്ടത്. അപ്പൊ നമ്മള് ക്യാഷ് നേരെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ആ കോളത്തിൽ തന്നെ നിൽക്കണം. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. ഇത് പർട്ടിക്കുലർ കോളത്തിൽ എഴുതേണ്ടതാണ്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. ക്യാപിറ്റലിന്റെ രൂപത്തിൽ ക്യാഷ് എത്തിയിട്ടുണ്ട്, ക്യാപിറ്റലായിട്ട് കുറച്ച് ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ്. അത് എമൗണ്ട് കോളത്തിലേക്ക് വരുമ്പോൾ എമൗണ്ട് കോളത്തിലേക്ക് കൊണ്ടുവന്ന് അത് ഞാൻ 2 കോളം പറഞ്ഞു. ഡെബിറ്റ് കോളമെന്നും ക്രെഡിറ്റ് കോളമെന്നും നിങ്ങൾ എഴുതി കാണുമല്ലോ. ഡെബിറ്റ് എന്നും ക്രെഡിറ്റ് എന്നും പറഞ്ഞു. ക്യാഷ് എന്ന് എഴുതിയതിന്റെ നേരെ ഡെപ്റ്റർ ടു ക്യാപിറ്റൽ എന്നാണ്. ക്യാഷ് എന്ന് എഴുതിയതിന്റെ നേരെ ഡെബിറ്റ് കോളവും ക്രെഡിറ്റ് കോളവും ഉണ്ട്, 2 കോളമാണ്. ക്യാഷ് എന്ന് എഴുതിയതിന്റെ നേരെ നമ്മൾ എന്തെഴുതണം? 1 lakh എഴുതുക. 1 ലക്ഷം ഫുള്ള് ഇതിൽ എഴുതണേ. 1 lakh. എഴുതുക. ടു ക്യാപിറ്റലിന്റെ നേരെയും 1 lakh എന്ന് എഴുതുക. 1 lakh എന്നുള്ളത് 3 4 പൂജ്യങ്ങളെല്ലാം ഇട്ട് വേണം എഴുതാൻ. എനിക്ക് സ്പേസ് കുറവായതുകൊണ്ടാണ് ഞാൻ അവിടെ അങ്ങനെ കാണിച്ചിരിക്കുന്നത്. ക്യാഷ് അക്കൗണ്ടിന്റെ നേരെ 1 lakh. അല്ല മിസ്, ഒരു ഡൗട്ട് ഉണ്ടേ. ആ, ഇപ്പൊ നമ്മള് പർട്ടിക്കുലേഴ്സ് കഴിഞ്ഞിട്ട് LF ഉണ്ട്, അതുപോലെ DR ഉണ്ട്, CR ഉണ്ട് അല്ലെ? LF-ൽ ഒന്നും എഴുതണം. ഓക്കെ, അപ്പൊ DR നമ്മൾ 1 lakh എഴുതണം, CR 1 lakh എഴുതണം എന്നാണ് പറയുന്നത്. ആ, അതെ അതെ. 2 ക്യാഷ് അക്കൗണ്ടിന്റെ നേരെ 1 lakh, ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ നേരെ 1 lakh. ഓക്കെ. ഒന്ന് ഡെബിറ്റ് ആണ്, അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആണെന്ന് മനസ്സിലാക്കുക. നമുക്ക് കിട്ടിയതിനെയാണ് ഡെബിറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പൊ അത് മനസ്സിലായോ? നെക്സ്റ്റ് എൻട്രി ഒന്ന് വായിക്കാവോ? അടുത്ത ക്വസ്റ്റ്യൻ.
പർച്ചേസ്ഡ് ഫർണിച്ചർ അങ്ങനെയല്ലേ പറഞ്ഞത്? അതെ 2000. അപ്പൊ നമ്മൾ എഴുതേണ്ടത് ഡേറ്റിന്റെ അവിടെ ജനുവരി 2 എന്ന് കൊടുക്കുക. പിന്നെയുള്ള പർട്ടിക്കുലർ കോളമാണ്. പർട്ടിക്കുലർ കോളത്തില് ഫർണിച്ചർ എന്ന് പറയുന്നുണ്ട്. ഫർണിച്ചർ എന്താണ് വാങ്ങിച്ചിരിക്കുന്നതെന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഫർണിച്ചർ എന്ന് എഴുതുക. അപ്പൊ ഫർണിച്ചർ എന്ന് എഴുതുക. ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ. അക്കൗണ്ട് ഡെപ്റ്ററിന് കഴിവതും ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്ററിന് നേരെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് എഴുതണേ. ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്താണ് നമ്മൾ അവിടെ പർച്ചേസ് ഫർണിച്ചർ വാങ്ങിക്കുമ്പോൾ നമ്മൾ അവിടെ ഒന്നും പറയുന്നില്ല, ക്രെഡിറ്റ് എന്നോ ഒന്നും പറയുന്നില്ല. അപ്പൊ നമുക്കത് ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചെന്ന് വേണം എഴുതാൻ. ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ് കാണിക്കേണ്ടത്. ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. എന്നിട്ട് നമ്മൾ എത്ര രൂപയ്ക്കാണ് ഫർണിച്ചർ വാങ്ങിച്ചത്? ഡെബിറ്റ് സൈഡിൽ കൊണ്ടുപോയി 2000 എന്ന് എഴുതുക. ഡെപ്റ്റർ കോളത്തിൽ LF കോളം വളരെ ചെറുതാണ്, അതിലൊന്നും എഴുതരുത്. ഡെബിറ്റ് കോളത്തിൽ 2000 എന്ന് എഴുതുക. നേരെ ഫർണിച്ചറിന്റെ നേരെ വേണം ഡെബിറ്റ് കോളത്തിൽ എഴുതാൻ. ഫർണിച്ചർ ഡെബിറ്റ് ആണ്. ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ക്യാഷ് എന്ന് നമ്മൾ എഴുതിയതിന്റെ നേരെ കൊണ്ടുപോയി 2000 എഴുതി വെക്കുക. ഇപ്പൊ 2000 എന്ന് എഴുതി. ഏകദേശം ക്ലിയർ ആയല്ലോ. ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് 2000 എന്ന് കാണിക്കുക.
ഇനി നെക്സ്റ്റ് എൻട്രി എടുക്കുക. നെക്സ്റ്റ് എൻട്രിക്കകത്ത് പറയുന്നത് എന്താണ്? പെയ്ഡ് റെന്റ് എന്നല്ലേ പറഞ്ഞത്? പെയ്ഡ് റെന്റ് എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് എഴുതേണ്ടത് ഡേറ്റ് തേർഡ് കൊടുക്കുക. ഡേറ്റിന്റെ കോളത്തിൽ തേർഡ്, ജനുവരി 3. പർട്ടിക്കുലർ കോളത്തില് റെന്റ്, പെയ്ഡ് റെന്റ് എന്നാണ് പറയുന്നത്. അപ്പൊ റെന്റ് കൊടുത്തതോടുകൂടി എന്ത് പോയി? ബിസിനസ്സിൽ നിന്ന് പണം പോയെന്നാണ് പറയുന്നത്. റെന്റ് കൊടുത്തോടുകൂടി ബിസിനസ്സിൽ നിന്ന് പണം പോയി. ഇതിനെയാണ് പെയ്ഡ് റെന്റ് എന്ന് പറയുന്നത്. അപ്പൊ റെന്റ്, ബിസിനസ്സിന് പൈസ കൊടുത്തപ്പോ റെന്റ് പോയി എന്നാണ് പറയുന്നത്. സോറി, റെന്റ് കൊടുത്തപ്പോ പണം പോയി എന്നാണ്. അപ്പൊ നമ്മൾ എഴുതേണ്ട അക്കൗണ്ട് റെന്റ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു റെന്റ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് എന്നാണ് എഴുതി വെക്കേണ്ടത്. റെന്റ് കൊടുക്കാൻ വേണ്ടി ക്യാഷ് പോയി എന്നാണ് മീനിങ്. റെന്റ് കൊടുക്കാൻ വേണ്ടി ക്യാഷ് പോയി എന്ന് പറയുമ്പോൾ നമ്മൾ റെന്റ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് എന്നാണ് എഴുതേണ്ടത്. അപ്പൊ റെന്റിന്റെ നേരെ കൊണ്ടുപോയി 3000 എന്നാണ് എഴുതി വെക്കേണ്ടത്. ഡെബിറ്റ് കോളം റെന്റിന്റെ നേരെ കൊണ്ടുപോയി 3000 എന്ന് എഴുതി വെക്കുക. നെക്സ്റ്റ് റെന്റിന്റെ നേരെ 3000 എന്ന് എഴുതി വെക്കുക. ടു ക്യാഷ് എന്നും പറഞ്ഞുകൊണ്ട് റെന്റ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തത് 3000 ടു ക്യാഷ് 3000 ടു ക്യാഷ് എന്ന് പറഞ്ഞ് 3000 കൊടുക്കുക. റെന്റ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് എന്ന് എഴുതി വെക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് നെക്സ്റ്റ് അക്കൗണ്ട് സാലറി പെയ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? സാലറി പെയ്ഡ്. സാലറി പെയ്ഡ് എന്ന് പറയുന്നത് നമ്മൾ എഴുതേണ്ടത് ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതുക. ഡേറ്റ് കോളത്തിൽ ഡേറ്റ് കൊടുക്കുക. സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ് എഴുതേണ്ടത്. സാലറി എത്രയാണോ കൊടുക്കേണ്ടത് അത്രയും സാലറി നമ്മൾ എമൗണ്ട് കോളത്തിലേക്ക് എഴുതുക. ഇപ്പൊ 4000 എന്നാണ് ഞാൻ പറഞ്ഞെങ്കിൽ 4000, 5000 എന്നാണെങ്കിൽ 5000. അപ്പൊ നമ്മള്
എമൗണ്ട് കോളത്തിലേക്ക് ഡെബിറ്റ് സൈഡിൽ സാലറിയുടെ നേരെ എമൗണ്ട് എഴുതുക. 4000 ആണെങ്കിൽ 4000. സാലറി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ്. ക്യാഷ് ആയിട്ടാണ് സാലറി കൊടുത്തിരിക്കുന്നത്. ബാക്കി അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. ഇതാണ് ജേണലിന്റെ ഒരു ചെറിയൊരു ഫോർമാറ്റ് പറയുന്നത്. ഞാൻ അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ പറയാം. നിങ്ങൾക്ക് ഒന്നുകൂടെ അത് ക്ലിയർ ആകും. കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്കൊന്ന് റെസ്പോണ്ട് ചെയ്യുക കേട്ടോ. ക്ലിയർ ആവുന്നില്ല അപ്പൊ തന്നെ ചോദിച്ചു പോകണം. മനസ്സിലാവുന്നില്ല അപ്പൊ തന്നെ പറയണം. അങ്ങനെയുണ്ടെങ്കിൽ എനിക്കത് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. എഴുതുന്ന കാണുന്നില്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോകണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫെബ്രുവരി 2. ഫെബ്രുവരി 2 commenced business with cash 15,000. 50,000. commenced business with cash 50,000. commenced business with cash 50,000. computer purchased. Computer purchased computer purchased 2,500. 2,500. Computer purchased 2,500. Paid wages ഫെബ്രുവരി. നിങ്ങൾ ആ ഓർഡറിൽ അങ്ങ് എഴുതി വിട്ടാൽ മതി. ഡേറ്റ് ഫെബ്രുവരി 4. വേജസ് പെയ്ഡ് 500. വേജസ് പെയ്ഡ് 500. നെക്സ്റ്റ് ഫെബ്രുവരി 5. വിഡ്രോ ഫോർ പേഴ്സണൽ പർപ്പസ്.
വിഡ്രോ ഫോർ പേഴ്സണൽ പർപ്പസ് 300 300 300. അപ്പൊ നമ്മള് വീണ്ടും ജേണലിന്റെ ഫോർമാറ്റ് വരയ്ക്കുകയാണ്. ജേണലിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ്? ഡേറ്റ്, നെക്സ്റ്റ് പർട്ടിക്കുലർ കോളം, ഡേറ്റ്, പർട്ടിക്കുലർ, ലെഡ്ജർ പോളിയോ LF ലെഡ്ജർ പോളിയോ, ഡെബിറ്റ് ക്രെഡിറ്റ്, എമൗണ്ട് കോളമാണ് ഡെബിറ്റ് ക്രെഡിറ്റ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് എൻട്രി എഴുതാം. ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതുക, ഡേറ്റ് കോളത്തിലേക്ക് കൊണ്ടുപോയി ഡേറ്റ് എഴുതുക. പർട്ടിക്കുലർ കോളത്തിലേക്ക് നമുക്ക് ഓരോ എൻട്രികൾ പോസ്റ്റ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് കമൻസിഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എൻട്രി സ്വാഭാവികമായിട്ടും വരുന്നത് എന്താ? ക്യാഷ് ബിസിനസ്സിലേക്ക് വന്നു, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. അപ്പൊ അതിന്റെ നേരെ 50,000 ക്യാഷ് അക്കൗണ്ടിന്റെ നേരെയുള്ള എമൗണ്ട് കോളത്തിൽ 50,000 എന്ന് എഴുതി വെക്കുക. നമ്മൾ രണ്ട് കോളം അറിയാലോ, ഡെബിറ്റ് കോളും ക്രെഡിറ്റ് കോളും. ഇത് ഡെബിറ്റ്, ഇത് ക്രെഡിറ്റ്. ക്യാഷ് അക്കൗണ്ടിന്റെ നേരെ 50,000 എന്ന് എഴുതി വെക്കുക. ടു ക്യാപിറ്റൽ എന്ന് എഴുതിയതിന്റെ നേരെ 50,000 എന്ന് എഴുതി വെക്കുക. അത് കോളത്തിൽ നിന്ന് വിട്ടുപോകരുത്, ആ കോളത്തിൽ തന്നെ നിൽക്കണം 50,000 50,000 എന്നുള്ളത്. നെക്സ്റ്റ് നമുക്ക് അടുത്ത എൻട്രി നോക്കാം. കമ്പ്യൂട്ടർ പർച്ചേസ്ഡ് എന്നാണ് പറഞ്ഞത്. കമ്പ്യൂട്ടർ പർച്ചേസ്ഡ്. അപ്പൊ നമുക്ക് അവിടെ ഓട്ടോമാറ്റിക്കലി മനസ്സിലാകും കമ്പ്യൂട്ടർ പർച്ചേസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? കമ്പ്യൂട്ടർ വാങ്ങിച്ചു എന്നാണ്. അപ്പൊ നമുക്ക് എൻട്രി എഴുതേണ്ടത് എങ്ങനെയാണ്? പർച്ചേസസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കമ്പ്യൂട്ടർ. അല്ലെങ്കിൽ പർച്ചേസസ് അക്കൗണ്ട് എഴുതണ്ട, നമുക്ക് അവിടെ കറക്റ്റ് അവിടെ പറയുന്നുണ്ട് കമ്പ്യൂട്ടർ ആണ് വാങ്ങിച്ചതെന്ന്. അപ്പൊ നമുക്ക് എഴുതേണ്ട എൻട്രി കമ്പ്യൂട്ടർ വാങ്ങിച്ചു എന്ന് കാണിക്കണം. എന്ത് ബിസിനസ്സിലേക്ക് കിട്ടുന്നോ അതിനെ ഡെബിറ്റ് ആണ് ചെയ്യുന്നത്. അതാണ് അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് കൊടുക്കുന്നത്. അക്കൗണ്ട് ഡെപ്റ്റർ എന്ത് വാങ്ങിക്കുന്നോ അതിനെ ഡെബിറ്റ് ചെയ്യുക എന്നാണ്. നമുക്ക് കിട്ടിയതാണ് ബിസിനസ്സിലേക്ക്. കമ്പ്യൂട്ടർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഇവിടെ ക്യാഷ് എന്നാണ് വരേണ്ടത്. കമ്പ്യൂട്ടർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. കമ്പ്യൂട്ടർ വാങ്ങിച്ചു ക്യാഷ് പോയെന്നാണ് മീനിങ്. ക്യാഷ് അല്ലെങ്കിൽ ക്യാഷ് കൊടുത്ത് കമ്പ്യൂട്ടർ വാങ്ങിച്ചു എന്നാണ് മീനിങ് വരുന്നത്.
കമ്പ്യൂട്ടർ അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ്. കമ്പ്യൂട്ടർ അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് എന്ന് എഴുതുക. അതിന്റെ നേരെ കമ്പ്യൂട്ടറിന്റെ നേരെ എത്ര എഴുതണം? നമ്മൾ എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചതെന്ന് ആ കോളത്തിൽ നോക്കുക. ഡെബിറ്റ്, ക്രെഡിറ്റ്. നമ്മൾ 2000 രൂപയ്ക്കാണ് വാങ്ങിച്ചെങ്കിൽ 2000 എന്ന് എഴുതണം. 2000 എന്ന് എഴുതുക. നെക്സ്റ്റ് എൻട്രി നോക്കാം. വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ്. അല്ല, അതിന് മാഡം അതിനു മുന്നേ പെയ്ഡ് വേജസ് 500 എന്ന് പറഞ്ഞല്ലേ? പെയ്ഡ് വേജസ്, സോറി പെയ്ഡ് വേജസ് ഉണ്ട്. അപ്പൊ നമുക്ക് പെയ്ഡ് വേജസ് എഴുതുന്നത് ക്യാഷ് കൊടുക്കേണ്ടി വന്നു വേജസിന് വേണ്ടി എന്നാണ്. പെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? കൊടുത്തു എന്നാണ് അല്ലെ? അപ്പൊ ക്യാഷ് കൊടുക്കേണ്ടി വന്നു. അപ്പൊ നമ്മള് ഡേറ്റിന്റെ അവിടെ എത്രയാണോ ഡേറ്റ് ഇടുക, 4 എന്ന് എഴുതുക. പർട്ടിക്കുലർ കോളത്തിന്റെ അകത്ത് എന്താ എഴുതേണ്ടത്? ക്യാഷ് കൊടുത്തു. അപ്പൊ ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ ക്യാഷ്? മുകളിൽ വരുന്നതിന് ഡെബിറ്റും താഴെ വരുന്നത് ക്രെഡിറ്റും ആണ്. അപ്പൊ മുകളിൽ കിടക്കുന്നത് നമുക്ക് റെന്റ് കൊടുത്തു എന്ന്, റെന്റിന് വേണ്ടി ക്യാഷ് പോയി. അപ്പൊ റെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ എന്നാണ് കാണിക്കേണ്ടത്. ഇത് സ്ട്രെയിറ്റ് ആയിട്ട് എഴുതണേ. റെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ, റെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. അല്ല, ഒരു ഡൗട്ട് ഉണ്ട്. ഇതിപ്പോ ആക്ച്വലി വേജ് കൊടുത്തു എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ പെയ്ഡ് വേജസ് 500 എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? വേജസ് ആണെങ്കിൽ സോറി, വേജസ് കൊടുത്തു എന്നാണ്. അപ്പൊ റെന്റിന്റെ സ്ഥാനത്ത് നമ്മള്, ഞാൻ വേജസ് പിന്നെ ഓർത്തില്ല, റെന്റ് എന്ന് ഓർത്താണ് അവിടെ എഴുതിയത്. വേജസിന്റെ സ്ഥാനത്ത്, റെന്റിന്റെ സ്ഥാനത്ത് നമുക്ക് വേജസ് എന്ന് എഴുതാം. വേജസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്ന് വേണം പറയാം. വേജസ് എത്രയാ കൊടുത്തത്? 500 എങ്കിൽ 500 എമൗണ്ട് കോളത്തിൽ എഴുതുക. എമൗണ്ട് കോളത്തിൽ വേജസിന്റെ നേരെയുള്ള ഡെബിറ്റ് സൈഡ് വേണം 500 എഴുതാൻ. ടു ക്യാഷ് എന്നുള്ളത് നേരെ കൊണ്ടുപോയി നമ്മൾ രണ്ടാമത്തെ കോളമായ, 2 കോളം ഓർമ്മയുണ്ടല്ലോ, രണ്ടാമത്തെ കോളത്തിൽ കൊണ്ടുപോയി 500 എന്ന് എഴുതാവുള്ളൂ. ഫസ്റ്റ് കോളത്തിൽ ഒരു കാരണവശാലും എഴുതി വെക്കല്. സെക്കൻഡ് കോളത്തിൽ വേണം ക്യാഷിന്റെ നേരെ 500 എന്ന് എഴുതി വെക്കുക. ഓക്കെ, ക്ലിയർ ആയോ? എത്ര നമ്മൾ 2-3 പ്രോബ്ലം ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. വിഡ്രോ നമ്മൾ എവിടെ എഴുതാം? വിഡ്രോ എന്ന് പറയുമ്പോൾ അവിടെ വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? വിഡ്രോ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ വിഡ്രോ എന്ന് എഴുതി വെക്കാൻ പറ്റത്തില്ല. നമ്മൾ വിഡ്രോ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി മീൻസ് ബിസിനസിന്റെ ഓണർ ബിസിനസിന്റെ അകത്തുനിന്ന് പേഴ്സണൽ ആവശ്യത്തിന് പണം എടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡ്രോവിങ്സ്. DRAWINGS. ഡ്രോവിങ്സ് എന്ന വാക്കിലാണ് അത് അറിയപ്പെടുന്നത്. DRAWINGS, ഡ്രോവിങ്സ്. അപ്പൊ ഡ്രോവിങ്സ് ബിസിനസ്സിൽ അപ്പൊ എന്താ സംഭവിച്ചത്?
അയാൾ പണം എടുത്ത് ബിസിനസിന്റെ ഓണർ പണം എടുത്തു ബിസിനസിന്റെ അകത്തുനിന്ന്, അതിനും കണക്കുണ്ട്. അതിനെ വിളിക്കുന്ന പേര് ഡ്രോവിങ്സ് എന്നാണ്. വലിക്കുക എന്നാണ്, പിൻവലിക്കുക, ഡ്രോ ചെയ്യുക, പിൻവലിക്കുക, എടുക്കുക എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ അവിടെ എഴുതേണ്ടത് എന്താ? ഡ്രോവിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ. ഡ്രോവിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ. ഡ്രോവിങ്സിനായിട്ട് ക്യാഷ് പോയി, ടു ക്യാഷ്. ഡ്രോവിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഡ്രോവിങ്സ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ പർപ്പസിന് വേണ്ടി വരുന്നത് മാത്രമേ നമ്മൾ ഡ്രോവിങ്സ് എഴുതുള്ളൂ. അല്ലാത്ത ഒരു അക്കൗണ്ടുകളും ഡ്രോവിങ്സ് എന്ന് പറയാൻ പാടില്ല. ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് ഒരു ഓണർ പിൻവലിച്ചാൽ അതിനെ ഒരു കാരണവശാലും ഡ്രോവിങ്സ് എന്ന് പറയത്തില്ല. പേഴ്സണൽ പർപ്പസിനായിട്ട് ബിസിനസ്സിൽ നിന്ന് പിൻവലിച്ചതിനെ ആയതുകൊണ്ടാണ് ഡ്രോവിങ്സ് എന്ന് വിളിക്കുന്നത്. ഇതാണ്. അപ്പൊ ഡ്രോവിങ്സിന് നേരെ നമ്മൾ കോളം ഉണ്ടല്ലോ, നമുക്ക് എമൗണ്ട് കോളം എഴുതാനുണ്ട്. 2 കോളം അറിയാലോ. എമൗണ്ട് കോളത്തിൽ കൊണ്ടുപോയി 300 രൂപയാണ് എടുത്തെങ്കിൽ 300 എന്ന് ഡ്രോവിങ്സിന്റെ നേരെയും, ക്യാഷിന്റെ നേരെ 300 ക്യാഷിന്റെ നേരെ എടുക്കുക. രണ്ടും ടാലിയായി കിട്ടാനാണ് ഈ 2 കോളം യൂസ് ചെയ്യുന്നത്. 300 എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡിലും 300 ക്രെഡിറ്റ് സൈഡ്. ഇത് ഡെബിറ്റ് സൈഡ്. ഫസ്റ്റ് കോളം ഡെബിറ്റ് സൈഡ് ആണെന്ന് ഓർക്കുക, സെക്കൻഡ് കോളം ക്രെഡിറ്റ് സൈഡ് ആണ്. ഡെബിറ്റ് സൈഡിനെ നമ്മൾ ഷോർട്ട് കട്ടി വിളിക്കുന്നതാണ് ഡെപ്റ്റർ എന്ന് പറയുന്നത്. ക്രെഡിറ്റ് സൈഡിന് ഷോർട്ട് കട്ടി പറയുന്നത് ക്രെഡിറ്റർ, CR എന്നാണ്. CR. അത് എളുപ്പത്തിന് വേണ്ടി അങ്ങനെയാണ് സാധാരണ എഴുതുന്നത്. ഡെപ്റ്ററും ക്രെഡിറ്ററെന്നുമാണ് വിളിക്കുന്നത്. ഓക്കെ. ഇനി ജേണല് എന്ന് പറയുന്നത് പ്രൈമറി എൻട്രി ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം ജേണലിനകത്ത് വരുന്ന വേർഡുകളാണ് ഞാനിപ്പോ പറഞ്ഞത്. കുറച്ച് വേർഡുകളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്കല്ലാതെ ഒന്ന് നോക്കാം. ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ പറയുവാണ്, എഴുതിയെടുത്തോളൂ. ജേണൽ കറക്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയാണ്,
മിസ്റ്റർ എക്സ് സ്റ്റാർട്ടഡ് എ ബിസിനസ് $1 lakh with 1 lakh. Mr. X started a business with 1 lakh. അത് ഡേറ്റ് വന്നിരിക്കുന്നത് March 1 ആണ്. March 1. Started a business 1 lakh and the second, March 2, he purchased goods on credit from credit 10,000. He purchased goods credit 10,000. March 3, XY ആണ്. He എന്ന് പറയുന്നത് XY ആണ്. He purchased furniture. He purchased furniture 15,000. 15,000. He purchased furniture 15,000. അപ്പൊ നമുക്ക് അതിന്റെ എൻട്രി നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റും. അപ്പൊ നമ്മൾ ചെയ്ത പോലെ തന്നെ ഒന്ന് ആലോചിച്ച് എഴുതിക്ക്. അപ്പൊ എങ്ങനെ എഴുതേണ്ടത്? ഫസ്റ്റ് നമുക്ക് അവിടെ ജേണലിന്റെ ഫോർമാറ്റ് വരയ്ക്കണം. ജേണലിന് ഹെഡിങ് കൊടുക്കുക, ഡേറ്റ് എന്ന് എഴുതുക, താഴോട്ട് വരയ്ക്കുക. ചെറിയ കോളങ്ങൾ മതി, ഡേറ്റിന് ചെറിയ കോളം, പർട്ടിക്കുലർ കുറച്ച് വലിയ കോളം വേണം. നെക്സ്റ്റ് പർട്ടിക്കുലർ, പർട്ടിക്കുലർ. പിന്നെയുള്ളത് ഏതാണ്? ജേണൽ ലെഡ്ജർ പോളി. LF എന്ന് പറയുന്ന വളരെ ചെറിയൊരു കോളം വരയ്ക്കുക. ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് 2 കോളം, എമൗണ്ട് കോളമാണ് ഡെബിറ്റ് എന്നും ക്രെഡിറ്റ് എന്നും ഉള്ളത്. ഡെപ്റ്റർ ക്രെഡിറ്റർ, DR ന്ന് CR ന്ന് വിട്ടാൽ മതി. അപ്പൊ അതിലേക്ക് എഴുതുക. ഫസ്റ്റ് നമ്മൾ March 1 AB അല്ലെ, XY എക്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തെന്നാണ് പറയുന്നത് 1 lakh. അപ്പൊ എങ്ങനെ എഴുതണം? എങ്ങനെ എൻട്രി എഴുതുന്നത്? ഇത്രയും പറഞ്ഞതാണ്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ക്യാഷ് പറഞ്ഞേ. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റർ ടു ക്യാപിറ്റൽ അല്ലെ? ഓക്കെ, വെരി ഗുഡ്. ക്യാഷ് ഡെബിറ്റ് ചെയ്യുക. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. ക്യാഷിന്റെ നേരെ കൊണ്ടുപോയി 1 lakh എന്ന് എഴുതുക.
ക്യാഷിനെ നേരെ കൊണ്ടുപോയി 1 lakh എന്ന് എഴുതുക. ക്യാപിറ്റലിന്റെ നേരെ കൊണ്ടുപോയി 1 lakh എന്ന് എഴുതുക. നെക്സ്റ്റ് കോളത്തിൽ കൊണ്ടുപോയി നമ്മൾ എഴുതേണ്ടത് ഏതാണ്? സെക്കൻഡ് എൻട്രി പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് 10,000 എന്നാണ്. അപ്പൊ നമ്മൾ അവിടെ ക്രെഡിറ്റ് എന്ന് എടുത്തു പറയുന്നുണ്ട്. ക്രെഡിറ്റ് എന്ന് എടുത്തു പറയുമ്പോൾ അവിടെ ക്യാഷ് കൊടുത്തിട്ടില്ല, കടമായിട്ട് വാങ്ങിച്ചെന്നാണ് നമ്മൾ ഊഹിക്കേണ്ടത്. കടമായിട്ട് വാങ്ങിച്ചു. അപ്പൊ എങ്ങനെയാണ് എൻട്രി വരേണ്ടത്? പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം purchases account debtor to creditors. Purchases account debtor to creditors. ഇങ്ങനെയാണ് എൻട്രി വരേണ്ടത്. Purchases account debtor to creditors. Purchases account debtor to creditors എന്നാണ് എൻട്രി വരേണ്ടത്. അപ്പൊ അതിന്റെ നേരെ പർച്ചേസസിന്റെ നേരെ 10,000, ക്രെഡിറ്റേഴ്സിന്റെ നേരെ 10,000. നെക്സ്റ്റ് എൻട്രി ക്രെഡിറ്റേഴ്സ് മനസ്സിലായല്ലോ അല്ലെ? ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ക്യാഷ് കൊടുത്തിട്ടില്ല, കടമാണ്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. നെക്സ്റ്റ് എൻട്രി ഏതാണ്? പർച്ചേസ്ഡ് ഫർണിച്ചർ വർത്ത് ₹15,000, 15,000. അപ്പൊ എങ്ങനെ എൻട്രി വരേണ്ടത്? ഫർണിച്ചർ വാങ്ങിച്ചു അല്ലെ? ആ പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ്. ഫർണിച്ചർ കിട്ടിയെന്നാണ്, ഫർണിച്ചർ ബിസിനസ്സിലേക്ക് വന്നു. അപ്പൊ ഫർണിച്ചർ കിട്ടിയതായിട്ട് ഡെബിറ്റ് സൈഡിൽ കൊടുക്കുക. അപ്പൊ ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്, ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങിച്ചത്, അതുകൊണ്ട് നമ്മൾ ക്യാഷ് താഴെ, ക്യാഷ് പോയി എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ ഫർണിച്ചറിന്റെ നേരെ എഴുതുക 15,000, 15,000 ടു ക്യാഷ് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് സൈഡിൽ. ഇത് 2 കോളം ഉണ്ടെന്ന് അറിയാലോ, 2 കോളം, ഒരു സൈഡ് ഡെപ്റ്റർ, ഒരു സൈഡ് ക്രെഡിറ്റർ. അപ്പം ഫർണിച്ചർ എന്ന് എഴുതേണ്ട നേരെ കൊണ്ടുപോയി 15,000 എഴുതുക. ടു ക്യാഷ് എന്ന് എഴുതേണ്ട നേരെ ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് എന്ന് എഴുതേണ്ട നേരെ 15,000 എഴുതുക. 2 സൈഡും ബാലൻസ് ആക്കി ഇടുക. ഇത്രയും ക്ലിയർ ആയില്ലേ? ജേണല് ക്ലിയർ ആയോ? നമുക്ക് നാളെ കുറച്ചുകൂടെ ജേണലുകൾ പഠിക്കാം, അതിന് ശേഷം ലെഡ്ജർ പോസ്റ്റ് ചെയ്യാൻ പഠിക്കാം. അങ്ങനെ 1 by 1 ആയിട്ട് ഓരോന്നായിട്ട് പഠിക്കാം. അതിന്റെ ഇടയ്ക്ക് തിയറി കുറച്ച് വരുന്നുണ്ട്, അതും നോക്കി പോകാം. അപ്പം ഇന്നത്തെ ക്ലാസ് നമുക്കിപ്പം വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, താങ്ക് യു.